ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ടൊരു മെസ്സേജ് കൈമാറുകയാണ്. നബിയെ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഇന്നാലിന്ന സഹാബി 1 മണിക്കൂറിന് ശേഷം മരണപ്പെടും. 1 മണിക്കൂർ സമയത്ത് ആയുസ്സേ ഉള്ളൂ എന്നുള്ള മെസ്സേജ് കൈമാറുകയും ഈ വിവരം അദ്ദേഹത്തെ അറിയിക്കാൻ അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തിനെ ആ വിവരം അറിയിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, 1 മണിക്കൂറേ എനിക്കുള്ളൂ എങ്കിൽ ഞാൻ അതിനെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്? ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ തങ്ങൾ പറയുന്നുണ്ട്, ഉള്ള 1 മണിക്കൂർ ഇൽമിന് വേണ്ടി ഉപയോഗിക്കുക. ഒരു സബ്ജക്റ്റ് ഇൽമു കേൾക്കുന്നത് 100 മുതൽ 1000 വരെ സുന്നത്ത് നിസ്കരിക്കുന്നതിനോട് സമമാണ്. എത്ര വലിയ സൗഭാഗ്യമാണ്! അല്ലാഹു ജല്ല വഅല ആ വലിയ മഹത്വമുള്ള സദസ്സുകളിൽ നമ്മുടെ സദസ്സിനെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. മഹാന്മാരായ സയ്യിദന്മാരുടെ നേതൃത്വത്തിലും സാന്നിധ്യത്തിലും നടത്തപ്പെടുന്ന മജ്‌ലിസാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു ഖബൂലിയത്ത് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും ഖബൂലാക്കട്ടെ. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ഒരണുമണി തൂക്കം നന്മ ചെയ്താൽ അതിന്റെ ഫലം നമ്മൾ കാണുക തന്നെ ചെയ്യും. ഹദീസുകളിൽ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. വഴിയിലേക്ക് തൂങ്ങി നിന്നിരുന്ന ഒരു കമ്പ് മുറിച്ചതിന്റെ പേരിൽ അല്ലാഹു ജല്ല വഅല ഒരാൾക്ക് സ്വർഗം കൊടുക്കുകയാണ്. ഇമാം മുസ്ലിം ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വഴിയിലുള്ള തടസ്സങ്ങളെ നീക്കുന്നത് ഈമാനുള്ളതിന്റെ അടയാളമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദാഹിച്ച് അവശയായ ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഫാജിറത്തായ ഒരു പെണ്ണിനെ അല്ലാഹു തആല മാപ്പ് കൊടുത്തുകൊണ്ട് സ്വർഗത്തിലാക്കിയ കഥയും നമുക്ക് പറഞ്ഞു തന്നത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതെ, വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി, വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ. ഒരാണു മണിത്തൂക്കം നന്മ ചെയ്താൽ അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും. പക്ഷേ അവിടെ അവസാനിപ്പിക്കാതെ വീണ്ടും ഖുർആൻ പറഞ്ഞു, വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരു ചെറിയ തിന്മ നമ്മളിൽ നിന്നുണ്ടായാൽ അതിന്റെ ഫലവും അനുഭവിക്കേണ്ടി വരും. നഊദു ബില്ലാഹ്. അല്ലാഹുവേ, ഈ ഇൽമിന്റെ മുബാറക്കായ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങൾ നീ സ്വർഗീയ അനുഭൂതികൾക്ക് അവകാശികളല്ലെങ്കിലും നിന്റെ ഔദാര്യം കൊണ്ട് നീ ഞങ്ങളെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് സ്വർഗം ലഭിക്കാനും ചെറിയ കാര്യങ്ങളെ കൊണ്ട് തന്നെ സ്വർഗം നഷ്ടപ്പെടാനുമുള്ള സാധ്യതകൾ അതെ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അയൽവാസി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിന് മരണവാസന്നമായ നേരത്ത് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു അവിടുന്ന് സന്ദർശിച്ചു. ഈ സമയത്ത് ചോദിച്ചു, എന്തെങ്കിലും കാണുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, യാ മാലികു ജബലാനി മിനന്നാരി ബൈന യദയ്യ. എന്റെ മുന്നിൽ ഇതാ 2 പർവ്വതങ്ങൾ, അഗ്നിയാലുള്ള, തീയിനാലുള്ള, നരകത്തിനാലുള്ള 2 പർവ്വതങ്ങൾ ഇങ്ങനെ വന്നു നിൽക്കുന്നു. അതിലേക്ക് കയറാൻ സബാനിയാക്കളായ മലക്കുകൾ എന്നെ നിർബന്ധിപ്പിക്കുന്നു. അതെ, കണ്ണിന്റെ മൂർച്ച കൂടും. മരണാസന്നരാകുമ്പോഴേക്ക് സ്വർഗം കാണാനും നരകം കാണാനും മലക്കുകളെ കാണാനും ഒക്കെയുള്ള പവർ കണ്ണിന് കൂടുകയാണ്. മുത്തായ തങ്ങള് ഒരു സഹാബിയെ മരണസമയത്ത് സന്ദർശിക്കുന്ന ചരിത്രം പറയുന്നുണ്ട്.
അപ്പോ സന്ദർശിക്കുമ്പോ ചോദിച്ചു, എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇടതുഭാഗത്തായിട്ട് വലിയ ഒരു ഇരുണ്ട രൂപം വന്നു നിൽക്കുന്നുണ്ട്. അങ്ങകലെ വലതുഭാഗത്ത് ഒരു വെളിച്ചം കാണുന്നുണ്ട്. അങ്ങകലെ കാണുന്ന വെളിച്ചം അത് നിങ്ങൾ ചെയ്ത നന്മയാണ്. അടുത്തു വന്നു നിൽക്കുന്ന വലിയ ഇരുണ്ട ഭീകര രൂപമുണ്ടല്ലോ, അത് നിങ്ങളിൽ സംഭവിച്ചു പോയ സലാത്തുകളാണ്, അബദ്ധങ്ങളാണെന്ന് പറഞ്ഞപ്പോ ആ സഹാബി കരഞ്ഞോണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവോട് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു. അതെ, ഇദ്ദേഹത്തിന്റെ ദോഷം പൊറുക്കാൻ ദുആ ചെയ്തു. നമ്മള് പാടാറുണ്ടല്ലോ, ഇർതകബതു അലൽ ഖത്താ ഗൈറ ഹസിരിൻ വഅദദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹ് മുത്തായ തങ്ങളുടെ ഇടപെടൽ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹുവേ, ഹബീബ് സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളെ പൊറുക്കണേ അല്ലാഹ്. അപ്പോൾ ഇവിടെ മരണമാസന്നമായ വ്യക്തിയുടെ അരികിൽ രണ്ട് പർവ്വതങ്ങൾ ഇങ്ങനെ വന്നു നിൽക്കുന്നു. ഉകല്ലിഫു സുഊദ അലൈഹിമാ, ആ തീയിനാലുള്ള പർവ്വതത്തിലേക്ക് കയറാൻ വേണ്ടി മലക്കുകൾ എന്നെ നിർബന്ധിപ്പിക്കുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അന്വേഷിച്ചു, ഇയാൾ ഒരു കച്ചവടക്കാരനായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നുണ്ട്, കാനലഹു മിഖ്യാലാനി, അദ്ദേഹത്തിന് രണ്ട് അളവ് പാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വാങ്ങുമ്പോ വലിയ പാത്രം കൊണ്ട് അളന്നാ വാങ്ങുക, അങ്ങോട്ട് കൊടുക്കുമ്പോ ചെറിയ പാത്രത്തിൽ അളന്നു കൊടുക്കും, ഇങ്ങോട്ട് വാങ്ങുമ്പോ വലിയ പാത്രത്തിൽ അളന്നു വാങ്ങും. അങ്ങനെ അളത്തത്തിൽ കൃത്രിമം കാണിച്ച കാരണത്താൽ അദ്ദേഹത്തിന് മരണസമയത്ത് നരകം കണ്ടുകൊണ്ട് മരിക്കുന്നു. അതെ, ഒരണുമണി തൂക്കം തിന്മ അത് മതി നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്താൻ. അല്ലാഹു നമുക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ. അതുപോലെ വീണ്ടും സയ്യിദി മഖ്ദൂം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, മറ്റൊരാള്, അദ്ദേഹം നല്ല മനുഷ്യനാണ്, അയാൾ കച്ചവടക്കാരനാണ്, ആളുകൾ അയാളെയാണ് ഉദാഹരണം പറയാറുള്ളത്, നന്നായി ശ്രദ്ധിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് കലിമ ചൊല്ലിക്കൊടുത്തപ്പോൾ അദ്ദേഹം പറയുന്നു, മാ അഖ്ദിറു അൻ അഖൂലഹാ, എനിക്ക് കലിമ ചൊല്ലാൻ കഴിയുന്നില്ലല്ലോ. ലിസാനുൽ മീസാനി അലാ ലിസാനി യംനഉനി മിനൻ നുത്ഖി ബിഹാ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടിയിട്ട് നാവ് ഉയർത്തുമ്പോഴേക്ക് മീസാനിന്റെ സൂചി. ഈ കച്ചവടക്കാരന് ആളുകൾ ഉദാഹരണം പറയാറുള്ളത് അദ്ദേഹത്തെയായിരുന്നു. പക്ഷേ കലിമ ചൊല്ലാൻ പറഞ്ഞപ്പോ അദ്ദേഹം പറയാ, ലിസാനുൽ മീസാനി അലാ ലിസാനി യംനഉനി മിനൻ നുത്ഖി ബിഹാ, മീസാനിന്റെ തുലാസിന്റെ സൂചി വന്നിട്ട് എന്റെ നാവിൽ തറക്കുന്നു, മറ്റുള്ളവരൊന്നും കാണുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന് അതിന്റെ അനുഭവമുണ്ട്. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ സ്വപ്നത്തിൽ കണ്ട ഒരാൾ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങൾ ഏറ്റവും ശ്രദ്ധിച്ചിരുന്ന ആളല്ലേ? അദ്ദേഹം പറയുന്നു, തുലാസിൽ വരുന്ന പൊടികളും തൂക്കാൻ അതിന്റെ കൂടെ വെക്കുന്ന പേപ്പറുകളും അങ്ങനത്തേതിന്റെ കനം ഞാൻ പരിഗണിക്കാറില്ലായിരുന്നു. ഒരു ചെറിയ പരിഗണന കുറവ് കൊണ്ട് വലിയ നഷ്ടമുണ്ടായി. എന്നിട്ട് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നമ്മളോട് പറയുന്നു, അജബൻ ലിമൻ യബീഉൽ ജന്നത ബിഹബ്ബത്തിൻ യൻഖുസുഹാ, ഒന്നോ രണ്ടോ ധാന്യമണികൾക്ക് വേണ്ടി സ്വർഗം വിൽക്കുന്നവരെ നിങ്ങൾ എത്ര നഷ്ടത്തിലാണ്. വയസ്തരി വാദിയൻ ഫീ ജഹന്നമ ബിഹബ്ബത്തിൻ യസീദുഹാ, ഒന്നോ രണ്ടോ ധാന്യമണികൾ കൂടുതൽ ശേഖരിച്ചിട്ട് അതിന്റെ പേരിൽ നിങ്ങൾ നരകത്തിലെ ഒരു ചെരുവ് വാങ്ങുകയാണോ? നഊദു ബില്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ഇടപാടുകളൊക്കെ തീർക്കാനും പൊരുത്തപ്പെടിക്കാനും നസൂഹായ തൗബ ചെയ്യാനും നീ അവസരം നൽകണേ അല്ലാഹ്, നീ അവസരം നൽകണേ അല്ലാഹ്. അപ്പോ ഒരു ചെറിയ നന്മ നമ്മളിൽ നിന്നുണ്ടായാൽ
അതിന്റെ ഫലം നമ്മൾ കാണും. ഒരു ചെറിയ തിന്മ ഉണ്ടായാലോ അതിന്റെ ഫലങ്ങളും കാണും. അതുകൊണ്ട് നന്മയുടെ അഖിലുകാരുമായി ബന്ധപ്പെടണം. അവരുടെ സൗഹൃദ വലയങ്ങൾ നമ്മളെ സംരക്ഷിച്ചു നിർത്തും. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് ആളുകൾ ആഗ്രഹിക്കുന്ന അല്ല, മരണാനന്തരം ആളുകൾ ആഗ്രഹിച്ചു പോകുന്ന നടക്കാത്ത മോഹങ്ങളെ കുറിച്ച് പലയിടങ്ങളിലായി ഖുർആൻ പറയുന്നുണ്ട്. മരിച്ചുപോയവരുടെ ഉമ്നിയാത്തുകൾ, യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്നാലിന്ന കൂട്ടുകാരനെ ഞാൻ തെരഞ്ഞെടുത്തത് എനിക്ക് അബദ്ധമായി പോയല്ലോ. എനിക്ക് മറ്റേ ആളുകളുടെ കൂട്ടത്തിൽ കൂടിയിരുന്നുവെങ്കിൽ എനിക്കും അവരെ പോലെ സ്വർഗത്തിൽ കടക്കാമായിരുന്നു. എനിക്ക് സുഹൃത്തുക്കളെ തെരഞ്ഞെടുത്തപ്പോ എനിക്ക് അബദ്ധം പറ്റിപ്പോയി. അതെ, നമ്മുടെ മജ്‌ലിസ് നമുക്കറിയാം. കുറെ കാലമായിട്ട് ഇവിടെ നടന്നു വരുന്ന ഈ കുത്തുബിയത്തിന്റെ മജ്‌ലിസിൽ നമ്മളൊക്കെ പങ്കെടുത്തു. നമ്മളൊക്കെ അതിന്റെ ഒരു സൗഹൃദ വലയത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളുടെ തണലിലായി കഴിഞ്ഞു പോവുകയാണ്. അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂടലൊക്കെ നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാനുള്ള സബബാക്കി തരണേ അല്ലാഹ്. വീണ്ടും ഖുർആൻ പറയുന്നു, യാ ലൈതനി കുന്തു മഅഹും ഫഅഫൂസു ഫൗസൻ അദീമാ. വേറെ ചില ആളുകൾ പറയും, യാ ലൈതനി കുന്തു മഅഹും, ഞാനും അവരോട് കൂടെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഫഅഫൂസു ഫൗസൻ അദീമാ, എനിക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാകുമായിരുന്നല്ലോ. അതേ, കൂട്ടത്തിൽ കൂടുമ്പോഴുണ്ടാകുന്ന വിജയങ്ങൾ അത് ചെറിയ കാര്യമല്ല. അല്ലാഹു ജല്ല വഅല നമ്മളെ ഈ ഒരുമിച്ച് കൂടലൊക്കെ മുഅ്മിനീങ്ങളുടെ മഹബ്ബത്തിന്റെ പേരിലുള്ള ഒരുമിച്ച് കൂടലായി നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. മറ്റൊരു സാലിഹായ മനുഷ്യന്റെ കഥ പറയട്ടെ. ഇദ്ദേഹം മരണാസന്നനായി കിടക്കുകയാണ്. ചുറ്റുഭാഗത്ത് ശിഷ്യന്മാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഈ സമയത്ത് അദ്ദേഹം പറയുന്നു, ലൈതഹു കാന ജദീദാ, പുതിയതായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ലൈതഹു കാന ജദീദാ, ലൈതഹു കാന ജദീദാ. ഇതിങ്ങനെ പറയാ, പുതിയതായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ബോധം പോയി. രണ്ടാമത് ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു, ലൈതഹു കാന ബഈദാ, വിദൂരത്തായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ലൈതഹു കാന ബഈദാ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ വീണ്ടും ബോധം പോകുന്നു. ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലൈതഹു കാന കാമിലാ, പൂർണ്ണമായിരുന്നെങ്കിൽ, മുഴുവൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ മൂന്ന് കലിമത്തുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം മരണപ്പെടുകയാണ്. മരണാനന്തരം ഒരു സ്വാലിഹായ സൂഫി അദ്ദേഹത്തെ സ്വപ്നത്തിൽ ദർശിച്ചപ്പോ ചോദിച്ചു, എന്താണ് അവസ്ഥ? അൽഹംദുലില്ലാഹ്, സന്തോഷാണ്. അല്ല, നിങ്ങൾ മരിക്കുന്ന സമയത്ത് മൂന്ന് വാക്കുകൾ പറഞ്ഞിരുന്നല്ലോ, ലൈതഹു കാന ജദീദാ, ലൈതഹു കാന ബഈദാ, ലൈതഹു കാന കാമിലാ. എന്തായിരുന്നു നിങ്ങളാ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, നല്ല തണുപ്പുള്ള ഒരു പ്രഭാതം, ഞാനിങ്ങനെ രാവിലെ പോവാൻ, ഒരു പഴയ ഷർട്ടാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്, അതിന്റെ മേലെ തണുപ്പിനൊരു കോട്ടും ധരിച്ചിട്ടുണ്ട്, പുതിയ കോട്ട. ഞാൻ ഈ വസ്ത്രം ധരിച്ചു പോകുമ്പോ വഴിയിൽ ഒരു പാവപ്പെട്ട മനുഷ്യനെ കണ്ടു. അദ്ദേഹം തണുപ്പ് കൊണ്ട് ശിക്കായത്ത് പറയുന്നുണ്ട്. ഞാൻ എന്റെ ഉള്ളിലുള്ള ആ പഴയ ഷർട്ട് അദ്ദേഹത്തിനെ ധരിപ്പിച്ചു. അങ്ങനെ ഞാൻ മരിക്കാൻ കിടക്കുമ്പോ അതാ ഒരു മനോഹരമായ കൊട്ടാരം കാണുന്നു. മലക്കുകൾ എന്നോട് പറഞ്ഞു, ഈ കൊട്ടാരം നിങ്ങൾക്കുള്ളതാണ്. ഞാൻ ചോദിച്ചു, ഏതു വകയിലാണ് ഈ കൊട്ടാരം എനിക്ക് കിട്ടിയത്? നിങ്ങൾ അന്ന് ഒരു വസ്ത്രം കൊടുത്തില്ലേ, അതിന്റെ പേരിലാണ് ഈ കൊട്ടാരം. അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, നിങ്ങളൊരു മുഅ്മിനായ മനുഷ്യന് വസ്ത്രം കൊടുത്താൽ അത് നിങ്ങൾക്ക് നരകത്തെ തൊട്ട് കാവലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ധർമ്മങ്ങളൊക്കെ അങ്ങനെയാണ്. ഈ പരിപാടിയുമായി സഹകരിച്ച ഇതിലേക്ക് ഒരുപാട് നേർച്ചകളൊക്കെ കൊടുത്ത ആളുകളുണ്ട്. അല്ലാഹു എല്ലാം കബൂലാക്കട്ടെ. എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്. നിയ്യത്തുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ദുആഇന് ഇജാബത്തുള്ള സദസ്സാക്കണേ അല്ലാഹ്. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ആ മലക്കിനോട് സംസാരിക്കുകയാണ്, ഞാനന്ന് പഴയതാണ് കൊടുത്തത്,
അതിന്റെ പേരിലാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ലൈതഹു കാന ജദീദാ, അന്ന് എനിക്ക് ആ പുതിയത് കൊടുക്കാൻ തോന്നിയില്ലല്ലോ, ഞാനെന്നാ പുതിയത് കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതെ, രണ്ടാമത്തെ കാര്യമോ, അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു ദിവസം പള്ളിയിലേക്ക് പോകുമ്പോ പള്ളിയുടെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു വൃദ്ധൻ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പള്ളിയിൽ പോകാൻ മോഹമുണ്ട്, പക്ഷേ നടക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം എന്നോട് പരിഭവം പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തെ എന്റെ ചുമലിലേറ്റി ഞാൻ എടുത്തോണ്ട് അദ്ദേഹത്തെ പള്ളിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ മരണാസന്നനായി കിടക്കുമ്പോൾ മറ്റൊരു മനോഹരമായ കൊട്ടാരം വീണ്ടും കാണുന്നു. മലക്കുകൾ എന്നോട് പറഞ്ഞു ഈ കൊട്ടാരവും നിങ്ങൾക്കുള്ളതാണ്. ഞാൻ ചോദിച്ചു ഏതു വകയിലാണ്? അപ്പൊ എന്നോട് പറയാണ് നിങ്ങൾ അന്ന് പള്ളിയിലേക്ക് ഒരു മനുഷ്യനെ എടുത്തു കൊണ്ടുപോയില്ലേ, അതിന്റെ പേരിലാണ്. ഞാൻ പറഞ്ഞു പള്ളിയുടെ തൊട്ടടുത്തുനിന്നാണല്ലോ ഞാൻ അയാളെ കൊണ്ടുപോയത്. യാ ലൈതനീ ലൈതഹു കാന ബഈദാ, പള്ളി കുറച്ച് ദൂരത്തായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പള്ളി അടുത്ത് തന്നെ ആയതുകൊണ്ട് ഈ കൊട്ടാരം, അപ്പൊ പള്ളി എങ്ങാനും ദൂരത്തായിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു. അതെ, അള്ളാന്റെ റസൂലിന്റെ കാലത്ത് വളരെ ദൂരേന്ന് പള്ളിയിലേക്ക് നട്ടുച്ച സമയത്ത് നടന്നു വരുന്ന സഹാബിയോട് ചോദിച്ചു നിങ്ങളുടെ വീടൊന്ന് മസ്ജിദിന്റെ അടുത്തേക്ക് ആക്കിക്കൂടെ? അദ്ദേഹം പറഞ്ഞു പറ്റില്ല. എന്തുകൊണ്ട്? അള്ളാന്റെ റസൂല് പറഞ്ഞു പള്ളിയിലേക്ക് ഒരാൾ നടന്നു വരുമ്പോ ഒരു കാല് വെക്കുമ്പോ ദോഷം പൊറുക്കും, രണ്ടാമത്തെ കാല് വെക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പദവി ഉയരും. അതുകൊണ്ട് വീട് വിദൂരത്താകട്ടെ, അത് സന്തോഷമാണ്. നമ്മൾ ആലോചിക്കുന്നത് അങ്ങനെ അല്ല. അല്ലാഹുവേ നീ ഞങ്ങളെ നിയ്യത്ത് നന്നാക്കണേ അല്ലാ. വീണ്ടും ചോദിച്ചു മൂന്നാമത്തെ കാര്യമോ? അദ്ദേഹം പറഞ്ഞു ഒരു ദിവസം ഞാനൊരു 1.5 റൊട്ടിയുമായി ഇങ്ങനെ വരികയാണ്. അങ്ങനെ വരുമ്പോൾ വഴിയിൽ നിന്നൊരു മിസ്കീനായ വിശക്കുന്ന ഒരു മനുഷ്യൻ എന്നോട് ചോദിച്ചു വല്ലതും തരുമോ? എന്റെ കയ്യിൽ ഒരു 1.5 റൊട്ടിയുണ്ട്. ഞാൻ ആ 1/2 റൊട്ടി അദ്ദേഹത്തിന് കൊടുത്തു. ഇപ്പോ മരണാസന്നനായി കിടക്കുമ്പോ മലക്കുകൾ എനിക്ക് മൂന്നാമത് മനോഹരമായ ഒരു കൊട്ടാരം കാണിച്ചിട്ട് പറഞ്ഞു ഈ കൊട്ടാരവും നിങ്ങൾക്കുള്ളതാണ്. ഞാൻ ചോദിച്ചു ഏതു വകയില? നിങ്ങൾ അന്ന് 1/2 റൊട്ടി കൊടുത്തതിനുള്ളതാണ്. ഇപ്പൊ പറയാണ് ലൈതഹു കാന കാമിലാ, ആ വലിയ മുഴുവൻ റൊട്ടി കൊടുത്തിരുന്നെങ്കിൽ ഞാൻ എത്ര ഭാഗ്യവാനാകുമായിരുന്നു. ഇതൊക്കെ ഉമ്നിയാത്തുകളാണ്. ജീവിതത്തിൽ ഇപ്പോൾ നമുക്ക് അവസരങ്ങളുണ്ട്, പിന്നീട് അവസരങ്ങൾ കിട്ടുകയില്ല. അങ്ങനെ അവസരം കിട്ടാത്ത കാര്യങ്ങളെ കുറിച്ച് പറയാനാ ലൈത്ത പ്രയോഗിക്കാറുള്ളത്. വാർദ്ധക്യത്തിന്റെ ജരാനരകൾ ബാധിച്ച് വളഞ്ഞുപോയ ഒരു കിഴവനായ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അദ്ദേഹം ഒരു പാട്ട് പാടുന്നുണ്ട്. എന്താണ്? എന്റെ യൗവനമൊന്ന് മടങ്ങി വന്നിരുന്നെങ്കിൽ അലാ ലൈത ശബാബ യഊദു യൗമൻ ഫഖ്ബിറഹു ബിമാ ഫഅലൽ മശീബു. എന്റെ യൗവനം മടങ്ങി വരികയാണെങ്കിൽ ഈ വാർദ്ധക്യം എന്നെ ഏൽപ്പിച്ച ആഘാതങ്ങളെ കുറിച്ച് ഞാൻ അതിനോട് സംവദിക്കുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഉമ്നിയാത്തുകളൊന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പോൾ അതിനൊക്കെ നമുക്ക് അവസരമുണ്ട്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇന്നാലിന്നാളെ കൂട്ടുകാരനാക്കിയത് എനിക്ക് വലിയ നഷ്ടമായി പോയി എന്ന് പറയുന്ന സാഹചര്യം പിന്നീട് വരാതിരിക്കാൻ നമ്മൾ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോ നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കണം. അതുപോലെ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന ധർമ്മങ്ങൾക്ക് വലിയ പുണ്യമുള്ളതുപോലെ മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മളാൽ നഷ്ടപ്പെട്ടു പോയാൽ അതും വലിയ ഗൗരവമുള്ള കാര്യമാണ്. അതെ, ഒരു ദിവസം ഒരു സഹാബി പറയാൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാ മദീനത്ത് ഞങ്ങൾ പള്ളിയുടെ മുന്നിൽ ഇരിക്കുകയാണ്. ഈ സമയത്ത് റസൂലുള്ളാഹിന്റെ മുഖമാകെ ഇങ്ങോട്ട് വിവർണമായി. എന്നിട്ട് മുത്തായ തങ്ങൾ പറയുന്നു മാദാ അൻസല മിനത് തശ്ദീദ്, എത്ര ഭീകരമായ മെസ്സേജാണ് വരുന്നത്. 3 പ്രാവശ്യം അത് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ മുഖം വിവർണമായി. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ചോദിക്കാൻ പേടിയായി. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ചോദിച്ചു യാ റസൂലല്ലാഹ്, എന്താണ് ഇന്നലെ വന്ന മെസ്സേജ്, എന്താണ്? അവിടെന്ന് പറഞ്ഞു ഫിദ്ദീൻ, കടത്തിന്റെ വിഷയത്തിലാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാഹ്,
ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി. സുമ്മ ആശ, വീണ്ടും അദ്ദേഹത്തിന് അല്ലാഹ് ജീവൻ കൊടുത്തു എന്ന് സങ്കല്പിക്കുക. വീണ്ടും അദ്ദേഹം യുദ്ധം ചെയ്ത് ഷഹീദായി. സുമ്മ ആശ, പിന്നീട് വീണ്ടും ജീവിച്ചു. പിന്നീട് വീണ്ടും അദ്ദേഹം ഷഹീദായാലും വഅലൈഹി ദൈൻ, അദ്ദേഹത്തിന് കടമുണ്ടെങ്കിൽ മാ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കൂലാന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടം വലിയ പ്രതിസന്ധിയാണ്, വലിയ പ്രശ്നമാണ്. വൻദോഷങ്ങൾക്ക് ശേഷം വരുന്ന ഏറ്റവും വലിയ ദോഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, കടം എന്റെ മുഅ്മിനീങ്ങളെ, ചെറിയ ചെറിയ ആഡംബരങ്ങൾക്ക് വേണ്ടി കടം വാങ്ങുമ്പോ നന്നായി ശ്രദ്ധിക്കണം. അത്യാവശ്യങ്ങൾക്ക് മാത്രം കടം വാങ്ങാൻ പാടുള്ളൂ. അതിനു തന്നെ വീട്ടാനുള്ള മാർഗം നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കണം. മരണാനന്തരമുള്ളൊരു കടം അത് വേറൊരാളെ ഏറ്റെടുത്താലും പോരാ. ജീവിതകാലത്ത് ഏറ്റെടുത്താൽ കടം വിടും. മരണാനന്തരമാകുമ്പോൾ ഏറ്റെടുത്തവർ അത് വീട്ടിയാലേ ഈ കടം ഒഴിവാകുകയുള്ളൂ. ഏറ്റെടുക്കുക എന്നൊരു സമ്പ്രദായം അത് പണ്ടേയുള്ളതാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ, മയ്യത്ത് നിസ്കാരത്തിന് നിന്നപ്പോ അവിടുന്ന് ചോദിച്ചു, ഹൽ അലാ സാഹിബിക്കും ദൈൻ, നിങ്ങളുടെ ഈ കൂട്ടുകാരന് കടമുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. അതേ സമയത്ത് മറ്റൊരു മയ്യത്ത് കൊണ്ടുവന്നു. അപ്പോഴും തങ്ങൾ ചോദിച്ചു, ഹൽ അലൈഹി ദൈൻ, അദ്ദേഹത്തിന് കടമുണ്ടോ? അവർ പറഞ്ഞു, കടമുണ്ട് നബിയേ. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, സ്വല്ലു അലാ സാഹിബിക്കും, നിങ്ങൾ നിസ്കരിച്ചോളൂ, ഞാൻ നിസ്കരിക്കുന്നില്ല. എത്ര ഗൗരവമാണ്! മയ്യത്ത് നിസ്കാരത്തിന് അല്ലാഹുവിന്റെ റസൂൽ തയ്യാറായില്ല. ഉടനെ ഒരു സഹാബി പറഞ്ഞു, നബിയേ, അദ്ദേഹത്തിന്റെ കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഏറ്റെടുത്തപ്പോഴാ മുത്തായ തങ്ങൾ ഇമാമത്ത് നിന്നത്. അപ്പോ കടം എന്നത് നിസാരമായി കരുതരുത്. മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മുടെ കയ്യിൽ വിട്ടുപോയാൽ അത് വലിയ പ്രതിബന്ധങ്ങളാണ്. അത് സ്വർഗീയ പ്രവേശനത്തിന് വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കും. അല്ലാഹ്, നിന്റെ ഔദാര്യം കൊണ്ട് നീ ഞങ്ങളെയൊക്കെ സ്വർഗത്തിന്റെ അഖിലുകാരാക്കണേ അല്ലാഹ്. മഹാന്മാര് പാടിയില്ലേ, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഖില വലാ ഖവാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി വഅൻത ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി. സ്വർഗത്തിലൊന്നും കടക്കാൻ പറ്റിയ ആളുകൾ അല്ല ഞങ്ങൾ. പക്ഷേ നിന്റെ നരകമാണെങ്കിലോ അത് സഹിക്കാനൊട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുകയുമില്ല പടച്ചോനെ. അതുകൊണ്ട് നീ ഓശാരമായി സ്വർഗം കൊടുക്കുമ്പോ ഞങ്ങളെയൊക്കെ അതിൽ ഉൾപ്പെടുത്തി തരണം എന്നുള്ള പ്രാർത്ഥന എത്ര വലിയ പ്രാർത്ഥനയാണത്. അല്ലാഹു അവന്റെ മഹത്തായ ഫള് കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമുക്കൊക്കെ മാപ്പ് നൽകട്ടെ. നമ്മളിവിടെ ബഹുമാനപ്പെട്ട തങ്ങളുടെ ഉറൂസാണല്ലോ, അവരെ അനുസ്മരിക്കുമ്പോൾ അത് കാരണം ദോഷം പൊറുക്കുമെന്ന് മുത്തായ തങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിച്ചതാണല്ലോ. അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെയൊക്കെ ദോഷങ്ങൾ പൊറുക്കട്ടെ. അതോടൊപ്പം നമ്മുടെ ഈ സദസ്സിൽ കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പത്തെ വർഷവും ഒക്കെ മസ്ഊദ് സഖാഫി ബഹുമാനപ്പെട്ടവർ നമുക്ക് നേതൃത്വം നൽകി. അവരുടെ അതിമനോഹരമായ പ്രഭാഷണം കേരളത്തിൽ ഉടനീളം വലിയ പ്രഭാഷണങ്ങൾ നടത്തി സദസ്സുകൾക്ക് നേതൃത്വം കൊടുത്തിരുന്നവർ നമുക്ക് വേണ്ടിയും പലപ്പോഴും ഇവിടെ വന്നു പ്രഭാഷണങ്ങൾ നടത്തി. ഇന്ന് നമ്മുടെ കൂടെയില്ല. അദ്ദേഹത്തെ നമ്മൾ അനുസ്മരിക്കുന്നു. അല്ലാഹുവേ, ഈ സദസ്സിന്റെ മിസ്ൽ സവാബ് അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ആ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. വലിയ പദവികൾ കൊടുക്കണേ അല്ലാഹ്. അതുപോലെ നമ്മുടെ ഈ പരിപാടികളുമായി സഹകരിച്ചിരുന്ന ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ അതിനിടയിൽ നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞുപോയി. മുസ്തഫക്കെ പോലത്തെ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി ഓടി നടക്കുന്ന ആളുകളാണ്. അവർക്കൊക്കെ അല്ലാഹു വലിയ ദറജ അല്ലാഹു തആല കൊടുക്കട്ടെ. അവിടെയൊക്കെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. അല്ലാഹുവേ, സ്വർഗ്ഗത്തിൽ അവർക്കും ഞങ്ങൾക്കുമൊക്കെ കുടുംബസമേതം ഒരുമിച്ച് കൂടാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.
തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ അള്ളാഹു തൗഫീക്ക് നൽകണം. ഇബാദത്തുകൾ ചെയ്യണമെങ്കിൽ അള്ളാഹു തൗഫീക്ക് നൽകണം. ഒരു സഹാബി പറയുന്നു, ഞാൻ ഒരിക്കൽ അള്ളാന്റെ റസൂലിന്റെ അരികിൽ നിന്ന് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ ചൊല്ലി. അപ്പോൾ എന്നോട് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്കറിയുമോ അത്തദിരി മാ തഫ്സീറുഹാ, നിങ്ങളിപ്പോ പറഞ്ഞതിന്റെ വിശദീകരണം, അതിന്റെ അർത്ഥതലങ്ങളെ നിങ്ങൾക്കറിയുമോ? ഞാൻ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം, അല്ലാഹുവിനും റസൂലിനും അറിയാം. ഉടനെ അവിടുന്ന് എന്നോട് പറഞ്ഞു, ലാ ഹൗല അൻ മഅസിയത്തില്ലാഹി ഇല്ലാ ബിഇസ്മത്തില്ലാഹ്. ലാ ഹൗല എന്ന് പറഞ്ഞ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ഇസ്മത്ത് ഉണ്ടാകണം, അള്ളാഹുവിൽ നിന്നുള്ള പാപ സുരക്ഷിതത്വം ഉണ്ടാകണം, എന്നാലേ കഴിയുകയുള്ളൂ. വലാ ഖുവത എന്ന് പറഞ്ഞാൽ വലാ ഖുവത അലാ തഅത്തില്ലാ ഇല്ലാ ബിഔനില്ലാ. ആരാധന ചെയ്യണമെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ സഹായം ഉണ്ടാകണം, അല്ലാതെ കഴിയുകയില്ല. ഇതാണ് ആ വാക്കിന്റെ അർത്ഥം. ഹക്കദാ അഖ്ബിർനി ജിബ്രീൽ അലൈഹിസ്സലാം, ഇങ്ങനെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്ന് മുത്തായ തങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ലാ ഹൗല നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിലും നന്മയോട് ചേർന്ന് നിൽക്കണമെങ്കിലും അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകണം. ഇന്ന് നമുക്ക് ഈ മജ്ലിസിൽ വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ തൗഫീഖാണ്. അള്ളാഹുവേ, നീ നിലനിർത്തി തരണേ അല്ലാ. ഈ ലോകത്ത് നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവാതെ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ദിക്റായത് കൊണ്ട് തന്നെ ആ ദിക്ർ ചൊല്ലുമ്പോ സ്വർഗത്തിൽ അള്ളാഹു നമുക്കൊരു മരം കുഴിച്ചിടുന്നു. നമുക്ക് വേണ്ടി ഒരു മരം നടും. ഒരു ലാ ഹൗല ചൊല്ലുമ്പോൾ ഏതാ സ്വർഗത്തിലെ മരം? ഫീ ദില്ലിം മംദൂദ്. 100 കൊല്ലം ഒരാൾ യാത്ര ചെയ്താൽ ആ മരത്തിന്റെ തണലിൽ നിന്ന് മുറിച്ചു കടക്കാൻ കഴിയില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. വിശുദ്ധ ഖുർആനല്ലേ? ആ മരത്തിന്റെ തണലിൽ നിന്ന് മുറിച്ചു കടക്കാൻ 100 കൊല്ലം യാത്ര ചെയ്താലും കഴിയില്ല എന്ന് പറയുമ്പോ എത്ര വലിയ മരമായിരിക്കും അത്. ലാ ഹൗലക അല്ലാഹു നമുക്ക് തരും ഇൻഷാ അല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. പള്ളിയുടെ ഉള്ളിൽ നിന്ന് മുഅദ്ദിൻ വിളിച്ചു പറഞ്ഞല്ലോ, ഹയ്യാല സ്വലാ, നിസ്കരിക്കാൻ വരൂ. നമ്മൾ പറഞ്ഞു, പള്ളിയുടെ ഉള്ളിലുള്ളവരും പറഞ്ഞു, വുളുവോടുകൂടി പള്ളിയുടെ പുറത്തുള്ള നമ്മളൊക്കെ പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, നീ തൗഫീഖ് തന്നാൽ ഞങ്ങൾ നിസ്കരിക്കാൻ പള്ളി കയറും, അല്ലെങ്കിൽ കഴിയില്ല. നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഭക്ഷണം അത് നമ്മൾ തിന്നണമെങ്കിൽ നേരത്തെ അല്ലാഹു തആല കണക്കാക്കണം. കണക്കാക്കുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ മുന്നിൽ കൊണ്ടുപോയി വെച്ചാലും നമുക്കത് ഭുജിക്കാനുള്ള അവസരം കിട്ടുകയില്ല. എല്ലാ അവസരങ്ങളും തരുന്നത് അല്ലാഹുവാ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്ക് ഇത്രയും അവസരങ്ങൾ തരുന്ന അല്ലാഹു. ഒരു അടിമക്ക് യജമാനൻ കൂലി കൊടുക്കേണ്ട കാര്യമില്ല, എന്നിട്ടും ഒരു ലാ ഹൗല ചെല്ലാനുള്ള തൗഫീഖ് അല്ലാഹു തന്നിട്ട് അതിന്റെ പേരിൽ അല്ലാഹു നമുക്ക് സ്വർഗത്തിൽ ഒരു മരം തരുമ്പോൾ, എങ്ങനത്തെ മരം? അതിലിങ്ങനെ പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു പഴം പറിച്ചാൽ ഇവിടെ വേറൊരു പഴം വരുന്നുണ്ട്. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആ പഴം അതിന്റെ കൊമ്പോട് കൂടി നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയരണ്ട, പറിച്ചാലുടൻ മുളക്കുന്നതാ കുറയണ്ട. എത്ര മനോഹരമായിരിക്കും ആ അവസരം. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. സ്വർഗത്ത് കടന്ന് ഇങ്ങനത്തെ മരമൊക്കെ കിട്ടുമ്പോ ഒരു പക്ഷെ നമുക്ക് തോന്നുകയാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു കൂട്ടുകാരനെ കാണണം. അന്ന് ഈ മരത്തിനെ കുറിച്ചൊക്കെ അന്ന് ഉസ്താദ് പറഞ്ഞിരുന്നല്ലോ. ഉസ്താദ് ഇപ്പൊ എവിടാ ഉള്ളത്? ഏതോ ഒരു മൂലയിൽ കോടിക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്താണെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾക്ക് വരണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുമ്പോ പറക്കും ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട, നീ കരുതിയാൽ മതി പാറുമേ പറയണ്ട. നമ്മൾ ഉദ്ദേശിക്കുന്നതോടുകൂടി നമ്മൾ ഇരിക്കുന്ന കട്ടിലിങ്ങനെ പാറി പാറി നമ്മൾ ഉദ്ദേശിക്കുന്ന കൂട്ടുകാരന്റെ കൊട്ടാരത്തിന്റെ മട്ടുപാവിൽ ലാൻഡ് ചെയ്യുന്ന അതിമനോഹരമായ രംഗങ്ങൾ സ്വർഗത്തിലുണ്ട്. ആ സ്വർഗം ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് നഷ്ടപ്പെട്ടു പോയാൽ നഊദു ബില്ലാഹ്, അല്ലാഹു തആല കാക്കട്ടെ. വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ. അവരും അവരുടെ ഇണകളും
നല്ല സോഫ കട്ടിലൊക്കെ ഇരുന്നിട്ട് അവിടെ ഇങ്ങനെ ആനന്ദിക്കുന്ന മനോഹരമായ രംഗങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോ ഇപ്പൊ പെണ്ണുങ്ങൾക്ക് തോന്നാൻ ഭർത്താവിന്റെ കൂടെ അവിടെ ആകുമ്പോ അവിടെയും നമ്മൾ വെച്ച് വിളമ്പേണ്ടി വരുമോ? ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. അവിടെ എല്ലാം ഉദ്ദേശിക്കുന്നത് കിട്ടുന്നത് കൊണ്ട്, കുഞ്ഞെന്ന സ്വിച്ച് അതിനൊക്കെയുള്ളത് കൊണ്ട് ഒരു പണിയും ഭാര്യമാരെടുക്കേണ്ടതില്ല. വിളമ്പണ്ട നീ അതിൽ പാചകം ചെയ്യണ്ട, കുഞ്ഞെന്ന സ്വിച്ച് അതിനൊക്കെയുള്ളത് കൊണ്ടാ. എത്ര മനോഹരമായിട്ടാണ് താഴ്വ നമുക്ക് ആ വരികൾ അവതരിപ്പിച്ചു തന്നത്. അല്ലാഹുവേ, ആ വിശാലമായ സ്വർഗം നീ ഞങ്ങൾക്കതിലൊരു ഇടം നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹുവിനോട് വലിയ ഇഷ്ടമുള്ള ആളുകളാണ് മുഅ്മിനീങ്ങൾ. മുഅ്മിനീങ്ങൾ വലിയ മഹബ്ബത്തുള്ള ആളുകളാണ്. നമുക്ക് അല്ലാഹുവിനെ പേടിയാണ്. ഇഷ്ടമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതാണ്. പേടി മോശമാണെന്നല്ല പറഞ്ഞത്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, അല്ലാഹുവിനെ പേടിക്കുന്നവർക്ക് തന്നെ 2 ജന്നത്ത് കൊടുക്കാം, സ്വർഗം കൊടുക്കാം എന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്യുമ്പോ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എത്രയാ കൊടുക്കുക? അതിനൊരു കയ്യും കണക്കുമില്ല. മഹബ്ബത്തുണ്ടായാൽ, അല്ലാഹുവിനോടുള്ള ഒരു ഇഷ്ടമുണ്ടായാൽ എത്ര സുജൂദ് ചെയ്താലും മതി വരില്ല, എത്ര ദിക്ർ ചൊല്ലിയാലും മതി വരില്ല. അതുകൊണ്ടല്ലേ എന്തെങ്കിലും വിഷമുണ്ടായാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് നിസ്കാരത്തിലേക്ക് നിൽക്കും. ആ നിസ്കാരത്തിലേക്ക് നിന്ന് സുജൂദിലേക്ക് അങ്ങ് വീണാ പിന്നെ ഒന്നും അറിയില്ല. കയ്യങ്ങ് കെട്ടിയാൽ അല്ലാഹുവുമായുള്ള സംഭാഷണത്തിൽ അങ്ങ് മുഴുകുമ്പോ പിന്നെ ഒന്നും അറിയാതെ അല്ലാഹുവിൽ ഇങ്ങനെ ലയിച്ചു നിൽക്കുന്ന മുത്തായ തങ്ങള്, അതെ, കാലിന് നീര് വന്ന് വീർത്തിട്ട് കാല് പരിഭവം പറഞ്ഞു, നബിയെ നിൽക്കാൻ കഴിയുന്നില്ല. അതാണ് ഇമാം ബൂസൂരി തങ്ങൾ പറഞ്ഞത്, ലലംതു സുന്നത മൻ അഹിയൽ വലാമയില അനിസ്തഖത് ഖദമാ ഹുദുറ മിൻ വറമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. ലലംതു സുന്നത മൻ അഹിയൽ വലാമ, രാത്രി നേരം വെളുക്കോളം നിസ്കരിച്ച മുത്തായ തങ്ങളുടെ അനുയായിയാണ്, മഹബത്തുള്ള ആളാണ്, അനുധാവനം ചെയ്യുന്ന ആളാണ് എന്നൊക്കെ ഞാൻ അവകാശപ്പെടുമ്പോഴും ഞാൻ സുന്നത്ത് നിസ്കരിക്കുന്നില്ലല്ലോ, എനിക്കതിന് കഴിയുന്നില്ലല്ലോ. എവിടെയാ തകരാറ് പറ്റിപ്പോയത്? നമുക്ക് അല്ലാഹുവിനോടുള്ള ഒരു മഹബത്ത് വന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമുക്ക് ആവശ്യമുള്ളതെല്ലാം, ആവശ്യമുള്ളതിൽ ചിലതെല്ലാം തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പായോട് നമുക്ക് എന്തൊരു ഇഷ്ടമാണ്, ചിലതെല്ലാം നമുക്ക് സംവിധാനിച്ചു തരുന്ന ഉമ്മയോട് എന്ത് ഇഷ്ടമാണ്. എന്നാൽ ആ ഉപ്പയെയും ഉമ്മയെയും അടക്കം നമുക്ക് വേണ്ടതെല്ലാം തന്നതാരാണ്? അല്ലാഹു ജല്ല വഅല. എന്നിട്ട് ആ അല്ലാഹു ജല്ല വഅലയോട് നമുക്ക് ഇഷ്ടം വരുന്നില്ലെങ്കിൽ എവിടെയാണ് തകരാറ്? ആലോചിക്കണം. തഅസില്ലിലാഹ വഅൻത തുൽഹിറു ഹുബ്ബഹു ഹാദാ മുഹാലുൻ ഫിൽ ഖിയാസി ബദിയു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കവിതയാണ്. നീ അല്ലാഹുവിനോട് എതിര് പ്രവർത്തിക്കുന്നു, നീ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു, അതോടൊപ്പം നീ സ്നേഹമുള്ളവനാണെന്ന് അവകാശപ്പെടുന്നു. ഹാദാ മുഹാലുൻ ഫിൽ ഖിയാസി ബദിയു. ഏതൊരു മണ്ടനായ ആൾക്ക് പോലും ചിന്തിച്ചാൽ അറിയാം, നമുക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അവർ പറയുന്നത് കേൾക്കുമല്ലോ, അവരെ നമ്മൾ അനുസരിക്കുമല്ലോ. അതുകൊണ്ടല്ലേ മുത്തായ തങ്ങളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ മദ്ഹ് പറയുന്നത്? എന്തിനാ നബിദിനത്തിനൊക്കെ ഇത്രയും വലിയ പരിപാടികൾ നടത്തുന്നത്? പറഞ്ഞ് നമ്മുടെ മനസ്സിന്റെ ഖൽബിന്റെ ഹീറോ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകണം. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ നബിയെ പറഞ്ഞ് ഇലാഹാക്കുമോ? ഒരിക്കലും ആക്കൂല. എന്താ? ഇലാഹിനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞുവല്ലോ, ലം യലിദ് വലം യൂലദ്, ഇലാഹിന് ജന്മദിനം ഇല്ല എന്നല്ല
അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബിദിനം ജന്മദിനം നമ്മൾ നടത്തുന്ന എന്തിനാ? ഇലാഹല്ല എന്നുകൂടി ബോധ്യപ്പെടുത്താനാണ്. ഇലാഹിന് ജന്മദിനമില്ല എന്ന് അള്ളാഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം മുത്താഹിയ തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങളുടെ കൽബിൽ സ്നേഹം ഉണ്ടെങ്കിൽ ആ സ്നേഹമുണ്ടായാൽ നിങ്ങൾ സ്വർഗത്തിൽ കടക്കും. സ്നേഹമുണ്ടാവാൻ ഒരു നിർദ്ദേശം ഞാൻ പറഞ്ഞു തരട്ടെ. സഹാബികൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞോളൂ തിരുനബിയേ. അവിടുന്ന് പറഞ്ഞു, അഫ്സുസ്സലാമ ബൈനക്കും, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം. എല്ലാരോടും സലാം പറയാ. സലാം പറയുമ്പോൾ മഹബത്ത് ഉണ്ടാകും. അപ്പൊ നമുക്ക് റസൂലുള്ളാഹിനോട് സ്നേഹം ഉണ്ടാകാനോ? നമ്മൾ റസൂലുള്ളാഹിക്ക് സലാം പറയണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നിങ്ങൾ നോക്ക്, നമ്മൾ സലാം പറയുമ്പോൾ അത് മദീനയിലെത്തുന്നു, അത് അള്ളാന്റെ റസൂൽ ലൈവായി കേൾക്കുന്നു, റസൂലുള്ള സലാം മടക്കുന്നു. എത്ര വലിയ തൗഫീഖാണ്. അപ്പൊ നമ്മൾ മനസ്സിലിങ്ങനെ കാണുക, ഞാൻ സലാം പറയുമ്പോൾ എന്റെ മുത്തായ തങ്ങൾ കാണുന്നുണ്ട്, മുത്തായ തങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ സലാം മുത്തായ തങ്ങൾ മടക്കുന്നുണ്ട്. ഇങ്ങനെ സലാം പറയുമ്പോ റസൂലുള്ളാഹിനോട് മഹബത്ത് ഉണ്ടാകും. അള്ളാഹിനോട് എങ്ങനെയാ സലാം പറയാ? അള്ളാഹുവിന്റെ റസൂൽ മിറാജിന്റെ രാത്രിയിൽ കണ്ടപ്പോ പറഞ്ഞത്രേ, അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. ഈ സലാം നമുക്കും പറയാ. എപ്പോഴാ പറയാ? നിസ്കാരത്തിൽ അത്തഹിയ്യാത്തിലാണ്. ഇതെങ്ങനെ ഇടയ്ക്കിടക്ക് പറയാ? സുന്നത്ത് നിസ്കാരങ്ങളെ വർദ്ധിപ്പിക്കണം. അങ്ങനെ സുന്നത്ത് നിസ്കാരങ്ങളെ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മളിങ്ങനെ സുജൂദിലൊക്കെ ആയിട്ട് നീങ്ങുമ്പോ അറിയാതൊരു മഹബത്ത് അള്ളാഹുവിനോട് നമുക്കും ഉണ്ടാകും. ഇനിയിപ്പോ ജനങ്ങളോടുള്ള മഹബത്ത് അതെങ്ങനെ? മുഅ്മിനീങ്ങളോടൊക്കെ സലാം പറയാ. അങ്ങനെ മുഅ്മിനീങ്ങളോട് സലാം പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ പറയാ, രണ്ട് മുഅ്മിനീങ്ങൾ കണ്ടുമുട്ടി, അവരൊന്ന് സലാം പറഞ്ഞ് ഒന്ന് കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്ത്, ഈ കൈ മുസാഫഹത്തിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ പാപങ്ങൾ ഇങ്ങനെ ഒഴുകി ഒഴുകി പോവുകയാണ്. അതുകൊണ്ട് തന്നെ മുത്തായ തങ്ങളുടെ കൈ ആരെങ്കിലും പിടിച്ചാൽ സലാം പറഞ്ഞൊന്ന് മുസാഫഹത്ത് ചെയ്താൽ റസൂലുള്ള കൈ വലിക്കാറില്ല. അത് സൽസ്വഭാവത്തിന്റെ അടയാളമാണ്.